എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 25-26 തീയതികളിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി ആര്? ചോദ്യം എന്താണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? അനുപ്രിയ. ഓർത്തിരിക്കുക, ആരാണ്? അനുപ്രിയ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ടെന്നീസിൽ നമ്പർ 1 ആകുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ. ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് വരുന്ന ഏറ്റവും പ്രായമേറിയ ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദ്യം. രോഹൻ ബൊപ്പണ്ണ. 43-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തന്റെ 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ജനുവരി പ്രകാരം ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത്. 2024 ജനുവരി പ്രകാരം ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയേക്കുന്ന ആരൊക്കെയാണ്? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. ഓക്കെ, ആരൊക്കെയാണ്? സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. ഓക്കെ, നമ്മുടെ നാലാമത്തെ ചോദ്യം, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതി. പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്, കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി മുദ്ര യോജന. പ്രധാനമന്ത്രി മുദ്ര യോജനയാണ്, ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീഹബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷൻ. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായിട്ട് ഷീഹബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ദേശീയ സമ്മതിദായക ദിനം എന്നാണ്. ദേശീയ സമ്മതിദായക ദിനം എന്നാണ്? ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25, മറന്നു പോവരുത്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ്. ഏതാണ്? കൊച്ചി. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം. 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന വിരാട് കോഹ്ലിക്കാണ് 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICCയുടെ പുരസ്കാരം ലഭിക്കുന്നത്. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ബോക്സിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം. 2024 ജനുവരിയിൽ ബോക്സിംഗിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? മേരി കോം ആണ്. ആരാണ്? മേരി കോം. നമ്മുടെ പത്താമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആരാണ്? ആയാംകുടി കുട്ടപ്പമാരാറാണ്. ആരാണ്? ആയാംകുടി കുട്ടപ്പമാരാർ. നമ്മുടെ 11ാമത്തെ ചോദ്യം, ഇന്ത്യ, UAE, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? എക്സസൈസ് ഡെസേർട്ട് നൈറ്റ്. എക്സസൈസ് ഡെസേർട്ട് നൈറ്റ് ആണ്. ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 12ാമത്തെ ചോദ്യം, സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്ന നഗരം അല്ലെങ്കിൽ വരുന്നത് എവിടെയാണ്? പാപ്പനംകോടാണ്. പാപ്പനംകോട് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണെന്ന് നോക്കിയാൽ മതി. ഉത്തരം സിമ്പിൾ ആണ്, ആരിഫ് മുഹമ്മദ് ഖാൻ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 14ാമത്തെ ചോദ്യം, സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖല. സൈനികർക്കിടയിലെ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖല ഏതാണ്? സംഭവ്. സംഭവിന്റെ ഫുൾ ഫോം എന്താണ്? സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ. സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ, SAMBHAV, സംഭവ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 15ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ്. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്?
ഇഷ എന്ന ചുഴലിക്കാറ്റാണ് 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അതുപോലെ തന്നെ അയർലൻഡിലും നാശം വിതച്ചത്. ഓർത്തിരിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, BCCIയുടെ 2022-23 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത് ആരാണ്? ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള സ്മൃതി മന്ദാനയാണ്. ഓർത്തിരിക്കുക. ഇതോടെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റൂട്ടഡ് ആപ്പിൽ LDCയുടെ ഫ്രീ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസിനും മറ്റ് PSC റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്